പക്ഷെ എന്നിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലെത്തുകയാണ്. റഷ്യ പറയുന്നത് ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുകയാണ്. ചൈന അതിനെ വിലക്കിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പുതിയ ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് റഷ്യ. റഷ്യയുടെ വിദേശകാര്യ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 2020 ഒരു കരാറുണ്ടായിരുന്നു. അതായത് രാജ്യത്തിന് ദോഷം വരുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുകയും ആ രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗം നടത്തുകയും ചെയ്താൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. അപ്പോൾ ഇപ്പം ഈ യുക്രൈൻ റഷ്യ യുദ്ധം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണെന്നാണ് അവർ പറയുന്നത്. അതായത് യുക്രൈനെ ഏതാണ്ട് കീഴ്പ്പെടുത്തി റഷ്യയിലോട്ട് ഉക്രൈൻ ആക്രമിച്ചായിരുന്നല്ലോ. അതിന് ശേഷമുള്ള പ്രത്യാക്രമണം വളരെ രൂക്ഷമാണ്. ഉക്രൈൻ ഏതാണ്ട് അടിപതറിയ ഒരവസ്ഥയിലാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കാരണമാകുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങൾ കൂട്ടുനിന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് ആണവായുധം പ്രയോഗിക്കേണ്ടി വരും. അപ്പം അവിടുത്തെ ഈ ടാസ്ക് എന്ന് പറയുന്ന വാർത്താ ഏജൻസി പറയുന്നത് പരിമിതമായ രീതിയിലെങ്കിലും ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അതായത് വലിയ ശക്തിയുള്ള ആണവായുധം അല്ലെങ്കിൽ പോലും യുക്രൈനിൽ മാത്രം വ്യാപിക്കത്തക്ക രീതിയിൽ എത്രത്തോളമാണ്. എന്നാലും ലോക രാജ്യങ്ങളൊക്കെ ആശങ്കയിലാണ്. ചൈന ആശങ്ക രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അതിനകത്ത് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ അതിനകത്ത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പുടിനെ വിളിച്ചോ സംസാരിച്ചോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. ഏതായാലും ഇത് ലോകം മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ലോകത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ആകെ പേടിയുള്ള രാജ്യം റഷ്യയാണ്. അമേരിക്കയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കീഴ്പ്പെടുത്തിയിട്ടുള്ള രാജ്യം റഷ്യയുള്ളൂ. റഷ്യയുടെ ഈ മിസൈൽ സംവിധാനം, ഇപ്പോൾ ഏറ്റവും ആധുനിക മിസൈൽ സംവിധാനമൊക്കെ അമേരിക്കയെക്കാട്ടിലൊരു 25 കൊല്ലം മുമ്പേ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം വന്ന് ഇത് ഒരു അമേരിക്കയുടെ അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നാറ്റോ സഖ്യമൊക്കെ പോയി കഴിഞ്ഞാൽ അമേരിക്കയെ തിരിച്ച് റഷ്യ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ഈ അന്തർവാഹിനികളുണ്ടല്ലോ, ഈ അന്തർവാഹിനികളുള്ള മിസൈലുകൾ തൻ്റെ 18,000 കിലോമീറ്റർ വരെ പോകുന്ന ആധുനിക മിസൈലുകൾ വരെ റഷ്യയുടെ കയ്യിലുണ്ട്. അമേരിക്കയുടെ അല്ല, റഷ്യയുടെ അന്തർവാഹിനികൾ. ഏറ്റവും കൂടുതൽ അന്തർവാഹിനികളുള്ളതും റഷ്യയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും ആധുനിക ആക്റ്റീവായിട്ടുള്ള ആണവായുധങ്ങളുള്ളതും റഷ്യയ്ക്കാണ്. അത് 5000-ൽ പരം ആണവായുധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും ആധുനിക രീതിയിലുള്ള F-5 വിമാനങ്ങൾ, അതുപോലെ ഹെലികോപ്റ്ററുകൾ, ഈ സംവിധാനങ്ങളെല്ലാം വളരെ കൂടുതലാണ്. കാരണം ലോകത്ത് അവരുടെ ടെക്നോളജിയെ അമേരിക്കൻ ടെക്നോളജി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ ഈ ആയുധ നിർമ്മാണത്തിനും അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതിനും ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ അമേരിക്കയെ പോലും മറികടക്കുന്ന ടെക്നോളജികളുണ്ട്. ചൈന പോലും ഇവരുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഒരു പരിധി വരെ അവർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും നമ്മൾ പല ആയുധങ്ങളും നിർമ്മിക്കുന്ന അവരുടെ ടെക്നോളജി ഉണ്ട്. ഉത്തര കൊറിയയും ഈ ഇന്ത്യയെല്ലാം കാരണം, അല്ലെങ്കിൽ ഉത്തര കൊറിയയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ള സഹായം റഷ്യയുടെയാണ്. അപ്പോൾ ഇറാഖിൽ എങ്ങനെ ആയുധങ്ങൾ വരുന്നു? ഇറാഖും അതിലും ഈ സഹായമുണ്ട്. കാരണം ലോകം മൊത്തം ഉപരോധിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ റഷ്യയുടെ ഈ നാറ്റോ സഖ്യത്തിനെതിരെ റഷ്യ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെയൊക്കെ സഹായിക്കുന്ന റഷ്യയാണ്. അപ്പോൾ അവരുടെയൊക്കെ ആയുധശേഖരവും അവരുടെ ആ ആയുധത്തിൻ്റെ ഉറവിടവും എല്ലാം, അല്ലെങ്കിൽ ആ ടെക്നോളജിയും എല്ലാം റഷ്യയുടെയാണ്. അപ്പം റഷ്യ നിസ്സാരക്കാരനല്ല. അപ്പം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ശരിക്കും പറഞ്ഞാൽ യുദ്ധം പലയിടത്തും ചെയ്തിട്ടുള്ളൂ. അവരൊരു 100-150 കൊല്ലത്തിനകത്ത് മെക്സിക്കോ രൂപീകരണ സമയത്ത് മെക്സിക്കോയുമായിട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ സ്പാനിഷുമായിട്ടുള്ള ചെറിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അവരുടെ മെയിൻ കേന്ദ്രങ്ങളിലൊന്നും യുദ്ധം അനുഭവിച്ച ഒരു അവസ്ഥ അമേരിക്കത്തിലെ ജനതയ്ക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ലോകത്ത് ഏറ്റവും വലിയ പേടിച്ചൂലുകളാണ്. അതിന് നമ്മളൊരു കാര്യം ഫേസ് ചെയ്താലല്ലേ എന്നോട് പേടി മറത്തും. നേരത്തെ തന്നെ ഈ ബിൻ ലാദന്റെ കെയർ ഓഫിൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ഒരു സമയം ജോൺ ഓർമ്മയിൽ. ഈ സമയത്ത് പാനിക്കായി അവിടുത്തെ ആൾക്കാർ. പാനിക്കായി എന്ന് പറഞ്ഞാൽ ഭയന്നു വിറച്ചു. ഇത്രയും വലിയൊരു രാജ്യമാണൊക്കെ. അതുകൊണ്ടാണ് അന്ന് അഫ്ഗാനിസ്ഥാനെ കയറി പിന്നെ ഇനിയൊരു ആക്രമണം എങ്ങൊന്നും ഉണ്ടാവരുമെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ പുറത്തോട്ട് ചാടി അങ്ങ് വീഴുക. എത്രയോ കാലം അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ
അധീനതയിലായിരുന്നു. എത്ര കോടി രൂപ അതിന് വേണ്ടി, ബില്യൺ ഡോളർ അതിന് വേണ്ടി മുടക്കിയെന്നറിയാം. അപ്പം ഈ റഷ്യയുടെ മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞാൽ 12,000 കിലോമീറ്റർ, അതായത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ മെയിൻ നഗരങ്ങളെ പോയി നശിപ്പിച്ചിട്ട് വരാൻ പറ്റുന്ന ആണവ വാഹിനികളായിട്ട്, ആണവ മിസൈലുകൾ അല്ലെങ്കിൽ ആണവായുധം ഘടിപ്പിക്കാവുന്ന മിസൈലുകൾ, അവർ അന്തർവാഹിനി കൊടുക്കാവുന്ന മിസൈലുകളുണ്ട്, പുറത്ത് വെച്ച് ചെയ്യാവുന്ന മിസൈലുണ്ട്. ഈ മിസൈലുകളൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ യുക്രൈനെ പറഞ്ഞു വിട്ടു, പോയി ചെയ്തോ ഞങ്ങളെല്ലാം നിൽക്കാൻ. ഈ യുക്രൈൻ്റെ കഴിഞ്ഞ ദിവസം F-5 അല്ലേ, F-16 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഫൈറ്റർ വിമാനം അവർ വെടിവെച്ചിട്ടു. മാത്രമല്ല ഇതെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന വിമാനങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നീഷ്യൻസിനെ കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ബൈഡൻ കൊടുക്കുന്നില്ല. കാരണം ഒരു പട്ടാളക്കാരനെ പോലും ഇതുവരെ അമേരിക്കൻ പട്ടാളം യുക്രൈൻ പോയി യുദ്ധം ചെയ്തിട്ടില്ല, ഒരു സഹായത്തിന് പോയിട്ടില്ല. കാരണം അമേരിക്കൻ പട്ടാളോ അല്ലെങ്കിൽ അമേരിക്കൻ്റെ സഹായം ഉണ്ടെങ്കിൽ തീർക്കുമെന്നറിയാം, പുടിൻ്റെ സ്വഭാവനുസരിച്ച് തീർക്കുമെന്നറിയാം. അതുകൊണ്ട് പോകുന്നില്ല. മാറി നിന്നിട്ട് ഏതാണ്ട് 60 ബില്യൺ ഡോളറൊക്കെ അവിടെ മുടക്കി, കോടാനുകോടി രൂപ മുടക്കി ആയുധങ്ങൾ കൊടുത്തു. അത് അവരുടെ വേറെ താല്പര്യമാണ്. അവരുടെ ബേസ് ഏറ്റവും അടുത്ത്, റഷ്യക്ക് ഏറ്റവും അടുത്ത് ഒരു ആയുധ പുര ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് തകർന്നാലും ഇല്ലെങ്കിലും അതിന് സാധ്യമാവില്ല. അപ്പം ഈ രീതിയിലേക്ക് റഷ്യ പറഞ്ഞത് യുദ്ധം അവസാന ഘട്ടത്തിലാണ്, ഞങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ വരുതിയിലായിട്ടുണ്ട് യുക്രൈൻ, ഇനിയും യുക്രൈനെ സഹായിക്കുന്ന രീതിയിലേക്ക് പോയാൽ. കാരണം കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ പറഞ്ഞതാണല്ലോ, യുക്രൈനിൻ്റെ വെടിച്ചെല്ല സഹായത്തോടു കൂടി റഷ്യയിലേക്ക് യുക്രൈൻ കടന്നു കയറി. അതിന് ശേഷമുള്ള തിരിച്ചടിയാണ് ഇത്രയും ക്രൂരമായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഫാസ്റ്റായിട്ടും ഒക്കെ ചെയ്തേക്കുന്നത്. ഇനിയും അങ്ങനെ അവസ്ഥ ഉണ്ടായാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കേണ്ടി വരും. അത് റഷ്യ പറയുമ്പോൾ ലോകം മൊത്തം ഞെട്ടുന്നതാണ്. പുടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചും റഷ്യയുടെ ഒരു കരുത്തനുസരിച്ചും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ന് ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രാജ്യമെന്ന രീതിയിലും റഷ്യയുടെ ആ പറച്ചിലിനകത്ത് ലോക രാജ്യങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് കേൾക്കുന്നത്, വളരെ ഞെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം, അമേരിക്കയ്ക്കും ഭയമാണ്. അമേരിക്കയ്ക്ക് റഷ്യയുള്ളു പേടി. അതുകൊണ്ട് തന്നെയാണല്ലോ പണ്ട് നശിപ്പിച്ചത് അന്ന് റഷ്യ അല്ല, സോവിയറ്റ് യൂണിയനെ അന്ന് നശിപ്പിച്ചു. അതിനുശേഷം നാറ്റോസൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ റഷ്യ വീണ്ടും ഒരു കരുത്തറിഞ്ഞു. ഇപ്പോഴും അമേരിക്കയ്ക്ക് ഭയമുള്ള എല്ലാവരും പറയും ചൈനയല്ല ശരിക്കും പറഞ്ഞാൽ. ലോകത്ത് ഭയമുള്ള രാജ്യം റഷ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഈ പറച്ചിൽ, കാരണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അവർ യുക്രൈനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്കിൻ്റെ പുറകിലൊക്കെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോസൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അത് ആവർത്തിക്കുന്ന ഒരവസ്ഥ വന്നാൽ, കാരണം വീണ്ടും യുക്രൈൻ പട്ടാളക്കാർക്ക് ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് പട്ടാളക്കാർ കൂടെ പോയിക്കൊണ്ടിരിക്കും. അവരെ സഹായിക്കുന്ന ഒരവസ്ഥയിലും അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ കൊടുക്കുന്ന ഒരവസ്ഥയിലും ഒക്കെ വന്നാൽ ശക്തമായി തിരിച്ചടിക്കും, ആണവായുധം പ്രയോഗിക്കും എന്നാണ് പറഞ്ഞത്. അത് ലോകത്ത് എല്ലാവർക്കും ഭീഷണിയായിട്ടാണ്. അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഈ സഹായിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അമേരിക്കയെ ആക്രമിക്കാൻ പോലും പുടിൻ തയ്യാറായേക്കും. അമേരിക്കയെ ആക്രമിക്കുമോ? അല്ല, അമേരിക്കയെ ആക്രമിക്കുമെന്ന് ചോദിച്ചാൽ പുടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഈ ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ പുടിൻ്റെ സ്വഭാവം എന്താ, അമേരിക്ക ഇവർക്ക് അന്തർവാഹിനികൾ ആവശ്യങ്ങളുണ്ട്. 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഹൃദയഭാഗത്ത് പോയി വീഴുന്ന മിസൈലുകളുണ്ട്. അതും ആണവായുധം തൊടുത്തുവിടാൻ പറ്റുന്ന മിസൈലുകളുണ്ട്. സ്വന്തം രാജ്യത്തിനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ആക്രമിച്ചാൽ എന്ത് ചെയ്യും ജോണെ? ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് എന്തോ ചെന്ന് വീണതാണോ, നശിച്ചതാണോ? പിന്നെ അതിനകത്ത് ഓവർകം ചെയ്ത് വരണ്ടേ? യുദ്ധം നടക്കുമെന്നല്ലേ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ ഒത്തിരി ആലോചിച്ചിട്ട് ശേഷം ഇത് പറഞ്ഞേക്കുന്നത്. ആലോചിക്കേണ്ടത് യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും അതിനെ പറഞ്ഞു വിടുമ്പോഴൊക്കെ അമേരിക്ക ആലോചിക്കണം. അമേരിക്കയ്ക്ക് ഈ ആലോചനയും ഭയവും ഉണ്ടായത് കൊണ്ടാണല്ലോ യുക്രൈനെ കൊണ്ട് മാത്രം ഇപ്പോഴും യുദ്ധം ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കയറി എന്താ യുദ്ധം ചെയ്യാത്തെ? അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ ഡയറക്റ്റ് യുദ്ധം ചെയ്യാത്തെ? പാത്ത് ആയുധങ്ങൾ കൊടുക്കുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഏകദേശം എത്ര കാലമായി യുദ്ധം തുടങ്ങിയിട്ട്? അപ്പോൾ ഭയമെന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ഈ യുദ്ധലംഘനം അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറുണ്ടല്ലോ, ആ കരാർ ലംഘനം വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇവരെല്ലാമാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് റഷ്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും റഷ്യ തിരിച്ച് അവരെ ആക്രമിക്കാത്തതിന്റെ കാര്യം ഇതാ. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും യുദ്ധം റഷ്യ അല്ലെങ്കിൽ യുക്രൈനെ അവരുടെ വരുതിയിലാക്കിയിട്ടുണ്ട്. ഇനിയും അവിടെ കയറി റഷ്യ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരും. അതിന് 2020 കരാറിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി വരുന്ന സമയത്തും ഞങ്ങളിലേക്ക് ആണവായുധം വേറെ ഏതെങ്കിലും രാജ്യം ഉപയോഗിക്കുന്ന സമയത്തും ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം റഷ്യ എല്ലാ രീതിയിലും പ്രതിരോധത്തിന് നിർത്തിയിരിക്കുകയാണ്. വിലക്കുകളുണ്ട്.
എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടും ഇതിനെ അതിജീവിച്ച്, മാത്രമല്ല ഇപ്പോഴത്തെ യുദ്ധത്തിനകത്ത് റഷ്യ വളരെ ഈ നാറ്റോ രാജ്യങ്ങളെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സഖ്യം എന്ന് പറയുന്ന പോലെ റഷ്യയും അവരുടെ ഈ അമേരിക്കയ്ക്ക് ശത്രുവായിട്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ സമയം കൊണ്ട് അവരും ഇന്ത്യയായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി, ചൈനയായിട്ട് ബന്ധം ഉണ്ടാക്കി, ഇറാഖുമായിട്ട് ബന്ധമുണ്ട്, ഉത്തര കൊറിയയായിട്ട് ബന്ധമുണ്ട്. അതായത് അതിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ആയിട്ട് റഷ്യ നല്ല ബന്ധത്തിലാണ്. യുദ്ധം കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയണ്ട, നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സഖ്യം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ അമേരിക്കക്കെതിരെയുള്ള ഒരു സഖ്യത്തെ ബലപ്പെടുന്ന കാര്യത്തിലൊക്കെ റഷ്യ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജോൺ ചോദിക്കുന്നത് പോലെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അമേരിക്കക്ക് ഉണ്ടാക്കാമെങ്കിൽ ബൈഡൻ എന്താ എന്ന മറുപടി പറയാത്ത, അല്ലെങ്കിൽ നേരിട്ട് ഇടപെടാത്ത, അവിടുത്തെ വിമാനം ഒന്ന് നന്നാക്കി കൂടെ യുക്രൈനിലെ ഇവർ കൊടുത്ത വിമാനം കേടായി കിടക്കും. അപ്പോൾ അത് നന്നാക്കി കൊടുക്കാൻ ഒരാളിനെ വിട്, അല്ലെങ്കിൽ 10 പട്ടാളക്കാരെ വിട്. എന്താ വിടാത്തേ? അപ്പോൾ ഭയം ഉണ്ടായിട്ട് തന്നെ വിടാത്തത്. റഷ്യ അത്ര മോശമല്ല, പുടിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം, ആരെയും അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവമുള്ള മനുഷ്യനല്ല, ആരെയും അംഗീകരിക്കുന്ന ആളല്ല, ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. പുള്ളിയുടെ താല്പര്യം അനുസരിച്ച് ലോകത്ത് ഇന്ന് നീങ്ങുന്ന ഒരു സ്വേച്ഛാധിപത്യയുടെ സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ആ സ്വഭാവത്തിനപ്പുറം ഒരു സൗഹൃദം, അതിനപ്പുറം അതിന് കടന്ന ഒരു സൗഹൃദം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ്. അതിന് ശേഷമേ കാണത്തുള്ളൂ. ചൈനയായിട്ട് ബന്ധം ഉണ്ടെങ്കിലും അടുപ്പം ഒരു നമ്മളീ പറയത്തില്ലേ, ഈ ബന്ധം അടുപ്പം തമ്മിൽ ഉണ്ടല്ലോ, രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി ബന്ധം ഉണ്ടാവും. പക്ഷെ അടുപ്പം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു ചർച്ചയൊക്കെ നടന്നിട്ട് തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതായിരിക്കും. അപ്പം ആ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മറ്റേ രാജ്യത്തെ കീഴ്പ്പെടുത്തിയതിന് ശേഷം യുദ്ധം നിർത്താനുള്ള തയ്യാറെടുപ്പിലേക്കായിരിക്കും റഷ്യ നീങ്ങുന്നത്, അല്ലെങ്കിൽ റഷ്യയുടെ ഉദ്ദേശം. അപ്പം അതിന് തടയിടാൻ വന്നാൽ അത് തീർത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെ യുദ്ധം അതിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ പറച്ചിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് നിസ്സാരമായിട്ട് കാണണ്ട, ലോകരാജ്യങ്ങൾ നിസ്സാരമായിട്ട് കണ്ടിട്ടുമില്ല.